പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ട്രാൻസ്ഫോമർ ബ്രദേഴ്സ് ക്ലബിന്റെ ഹൈ വോൾട്ടേജ് ഓണാഘോഷ പ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി പുതുതായി ചുമതല ഏറ്റെടുത്ത നമ്മുടെ പ്രസിഡന്റ് ശ്രീ സുൽഫി അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഈ പുരുഷാരവം കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കുകയാണ്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്നാൽ 2 വാക്ക് പറയാം. നമ്മൾ ഇന്നേ വരെ കണ്ട ഓണമായിരിക്കത്തില്ല ഈ വർഷത്തെ ഓണം. ഇതൊരു അടിപ്പൻ ഓണമായിരുന്നു. ട്രാൻസ്ഫോമർ ബ്രദേഴ്സിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഓണാക്കിയതായിട്ട് ഞാൻ പ്രഖ്യാപിക്കും. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഓണത്തിന് ചത്തവാസു പറഞ്ഞ വാക്കുകളല്ല ഈ സുൽഫിയുടെ വാക്കുകൾ. എന്തോരം പറയുന്നു അറിയാലോ. ഈ ഓണത്തിന് അംബാനി കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരാന കാണും. എല്ലാവരും വ്യക്തമായി കേൾക്കണം. ചേന എന്നല്ല ഞാൻ പറഞ്ഞത്, ആന എന്ന് തന്നെയാണ്. നിങ്ങൾ ഗുരുവായൂർ സണ്ണിക്കുട്ടെന്ന് കേട്ടിട്ടുണ്ടോ? അമ്പട കള്ള സണ്ണിക്കുട്ട എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. എടാ നിർത്തുന്നതിന്റെ തള്ളു. നീ നാട്ടുകാരെ പറ്റിച്ച് 1.25 ലക്ഷം രൂപ മേടിച്ചിട്ട് ഞാൻ പുട്ടടിക്കാൻ പരിപാടിയാണല്ലോ. നിന്നെ ഓടിച്ചിട്ട് ഞാൻ പിടിക്കും, പറഞ്ഞേക്കാം. അസണ്ണ, ഇത് പിള്ളേർ നടത്തുന്ന ഹൈ വോൾട്ടേജ് പരിപാടിയാ. മുതിർന്നവരെ എടുക്കുന്നില്ല. അണ്ണാ കരകത്തിപ്പോയി. എടുത്തോളാം. മഴ താൻ പോടൂ അണ്ണാ. നമ്മുടെ കയ്യിലുള്ള പൈസക്ക് ആനെ കിട്ടൂലോ അല്ലേ? കിട്ടൂടാ. അതിനുള്ളൊരു വഴി ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എടാ ജോൺസാ, നീ വിളിച്ചാ ഫോൺ എടുക്കില്ല അല്ലേ? 3 മാസമായി വാടക തന്നിട്ട്. മര്യാദക്ക് വാടക തന്നോ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടങ്ങ് വരും. ഹലോ, അജീഷ് സാറല്ലേ? സാറേ, നമ്മൾ പറഞ്ഞ ഇവന്റിന്റെ കാര്യം നടക്കില്ലല്ലേ? ശരി സാർ. സാർ, എടാ ഷിബു, ആ വേസ്റ്റ് അങ്ങോട്ട് എടുത്ത് കൊടുത്തേ. ആള് വന്നിട്ടുണ്ട്. സാർ ഞാൻ വേസ്റ്റ് അല്ല സാർ. പിന്നെ സാറ് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ MD അല്ലേ? അതെ, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് CEO ഖത്തർ ജോൺസൺ. എന്താ നിങ്ങളുടെ പ്രശ്നം? ആനയെ വേണം. വിൽക്കാനോ വാങ്ങാനോ? റെന്റിന്. നമ്മുടെ കുവൈറ്റ് മണി പറഞ്ഞിട്ട് വന്നാണോ? അല്ല, ഞങ്ങളുടെ ക്ലബ്ബുണ്ട് ചോറ്റാനിക്കര, ട്രാൻസ്ഫോമേഴ്സ് പ്രദേശ് എന്ന് പറഞ്ഞിട്ട്. ഓണാഘോഷം. ഓ, ക്ലബിൻ്റെ ആണോ? ആ, എന്നാ നമുക്ക് അകത്ത് AC-ലിരുന്ന് സംസാരിക്കാം. ഓ ശരി സാർ. അങ്ങോട്ട് ഇപ്പൊ നല്ല കൂളിംഗില്ലേ? ഭയങ്കര കൂളിംഗ്. അത് പിന്നെ വൈകിട്ടിരിക്കുന്ന ബ്ലാക്കിന്റെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നല്ല കുളിയാ. ആണല്ലേ? ഒരു മിനിറ്റ്. പറവായി 25,000 കഴയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് 30,000 കഴ അങ്ങോട്ട് ഇറക്കി തന്നെ. ഇനി അതിന്റെ പൈസ അയച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചുള്ള ബാക്കി പരിപാടി ഒന്നും. അല്ല പിന്നെ സ്ട്രിക്റ്റ് ആണ്, സ്ട്രിക്റ്റ് ആണ്. ബൈ പറ. സാറ് ചൂടായിരുന്നു? ദേഷ്യപ്പെട്ടതല്ല, അതുപോലെ തന്നെ കഴയുടെ കാര്യം. കാറ്റാടിക്കഴ നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെ ഹോൾസെയിൽ പരിപാടി ഉണ്ടല്ലോ. പിന്നെ ബൈഡൽ ഫുൾ പൈസ ഉണ്ടല്ലോ. അതൊക്കെ സെറ്റാണ്. 1.75 കയ്യിലുണ്ട്, ബാക്കി ഒരു ഗൂഗിൾ പേ ചെയ്യാൻ. ഈ 1.75 എന്ന് പറയുമ്പോ 1,75,000. 1,75,000. 1,75,000 അല്ലേ? ഷിബുവേ, നന്നായിട്ട് ബൂസ്റ്റ് ഇട്ട് ചായ എടുത്ത്. സാറിന് ഗൂഗിൾ പേ ഒക്കെ ഇല്ലേ? പിന്നെ
ഷിപ്പ് റെഡി, ബൂസ്റ്റ് റെഡി. ബൂസ്റ്റ് ഒക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? ബൂസ്റ്റ് ഇസ് സീക്രട്ട് ഓഫ് എനർജി എന്നാണല്ലോ സാധനം. പിന്നെ എടാ ഇത് നമ്മുടെ മറ്റേ ആനയുടെ ആണോ? ആന? എടാ ആന, ബൂസ്റ്റ് ആന. ഓ ബൂസ്റ്റ് ആന. ഓ അത് പറയണ്ടേ. അല്ല ഇവിടുന്ന് ചോറ്റാനിക്കിന് ഞങ്ങൾക്ക് ഒരു ക്ലബ്ബുണ്ട്, ട്രാൻസ്ഫോമർ ബ്രദേഴ്സ്. അവിടുത്തെ ഓണാഘോഷ പരിപാടിക്ക്. ഓ ട്രാൻസ്ഫോമർ കേട്ടിട്ടുണ്ട്. നല്ല പ്രവർത്തനം കേട്ടോ നിങ്ങളുടെ. അതെ അതെ. പിന്നെ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ? ക്യാഷ് ആയിട്ടാണോ ചെക്കാണോ? സാറേ പരിപാടി സെറ്റായി കഴിഞ്ഞാൽ കാശായിട്ടും ഉണ്ട്, ഗൂഗിൾ പേ ചെയ്യാം. അത് മതി. അതെ. ഓക്കെ. പിന്നെ ഏത് കളറാണ് നോക്കുന്നത്? കളറ് അല്ല അവൻ കളർ ഉദ്ദേശിച്ചത് ഈ ഐരാവതത്തെ. അതായത് ഈ വെള്ളയാന വേണ്ടെങ്കിൽ നമുക്ക് അതിനെ തായ്ലൻഡിൽ നടക്കണം. ഒരുപാട് ടൈം എടുക്കുന്നില്ല. അയ്യോ വെള്ളേനൊന്നും വേണ്ട, എനിക്ക് ഏകദേശം ഒരു കറുത്ത നിറമുള്ള ആന വേണം. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, തുമ്പിക്കൈ മസ്റ്റാണ് സാർ. തുമ്പിക്കൈ മസ്റ്റാണല്ലേ? കൊമ്പും തുമ്പിക്കൈ. ആ ഹൗസ് ഓണറിന്റെ എടുക്കണ്ട. ഓ ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. എന്താ സാറേ? അതെ ഭായി, ഈ NFT RTS കൂടെ കൊളാപിടിച്ചപ്പം അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ആയിപ്പോയി. ആണല്ലേ? ഇനിയിപ്പം 48 മണിക്കൂർ കഴിയേണ്ട ഒന്നും നടക്കില്ല. പിന്നെ കുറച്ച് പൈസ ഇട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാം ഒന്ന് ഓക്കെ ആവും. അല്ലടാ ശിവു? പിന്നെ ബൂസ്റ്റ് ആണ് മെയിൻ. ആ കുറച്ച് പൈസ ആണെങ്കിൽ ഞാൻ വേണേട്ട് ബൂസ്റ്റ് ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ ഒരു 12 വാട്ടർ ബില്ലും കറണ്ട് ചാർജ് അടച്ചിട്ടില്ല. എല്ലാം കൂടെ ഒരു 16,000 രൂപ തരുവാണെങ്കിൽ എല്ലാം ശരിയാവും. 16,000 രൂപ ഉണ്ടെങ്കിൽ ഓക്കെ ആണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. അത് അഡ്വാൻസ് കുറച്ചാൽ മതി. ആ നമ്പർ സാറേ 9656 243. 16,000 അല്ലേ? അതെ. സാറേ വന്നിട്ടാണോ നോക്ക്? വന്നിട്ടില്ലേ? വന്നു സാറേ. പിന്നെ 12-ാം തീയതി തന്നെ ആന കിട്ടത്തില്ലേ? ഉറപ്പല്ലേ? അഡ്വാൻസ് ഒക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ ആധികാരികമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഏത് പ്രായത്തിലുള്ള ഒരു ആനനെ വേണ്ടി വരും? തീരെ ചെറുത് വേണ്ട. എന്നാ ഒത്തിരി വലുതുമാവരുത്. അതെ അതെ. ആരാ നോക്കി? ബൂസ്റ്റ് കൂടി. സീക്രട്ട് ഓഫ് എനർജി. ആ ബൂസ്റ്റാന്ന് പറഞ്ഞിട്ട് കട്ടൻ കാപ്പിയാന്നല്ല സാറേ? ആണോ? ആ അത് ബൂസ്റ്റ് തീർന്നായിരിക്കും. അതെ. ഓ ടെൻഷൻ 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 ടെൻഷൻ. എന്നാടാ? എവിടെ പുറത്ത് കേബിള് കാര്യം വന്നപ്പോ കളിച്ചില്ലെങ്കിൽ കട്ടി വന്നു. എന്താ സാർ വീണ്ടും ടെൻഷൻ? അത് ഭായി ഒരു ചെറിയ കാര്യമാണ്. ഇവിടുത്തെ കേബിൾ TV കണക്ഷൻ അടങ്കിൽ നമ്മൾ അങ്ങോട്ട് എടുത്തിരിക്കുക. അപ്പൊ അതിനകത്ത് ലാസ്റ്റത്തെ ഒരു ചെറിയ പേയ്മെന്റ് 2500 രൂപ അതിന്റെ കുറവുണ്ടായിരുന്നു. അതിനമ്മ ഇപ്പൊ വീട്ടിൽ വന്നേക്കുന്നത്. അയ്യേ 2,500 രൂപ വേണ്ടിയാ വന്നേ? ആ മോശം മോശം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഭായി 2500 കൊണ്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് പേഴ്സണൽ കടമാണേ, ആനക്കണക്കിൽ കൂട്ടല്ലേ. പേഴ്സണൽ ആയിട്ട് തന്നെ പണം. അങ്ങനെയാണെങ്കിൽ 2,500 ചെയ്യാം. സാറേ വന്നിട്ടുണ്ട്. 2,500 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. മാത്രല്ല അന വേണം. അന്നല്ലേ ഞങ്ങൾ പിടിച്ചുതരും. അല്ലടാ ശിവു? പിന്നെ ഭായി ഒരു കാര്യം ചെയ്യും, കട്ടണം കുടിച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കുക. ഞങ്ങൾ ഈ ആനക്കാരെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരാം. എത്ര 2:30? എൻ്റെ പൊന്നിയായിട്ട് നമുക്കൊരു 2-നകത്തുള്ള പരിപാടി പിടിച്ചാൽ മതി. ആ ശരി, ചേട്ടൻ നോക്കിയിട്ട് വിളിച്ചാൽ മതി. ഓക്കെ. ടെൻഷൻ ടെൻഷൻ. എന്താ സാറേ വീണ്ടും ടെൻഷൻ? എൻ്റെ പൊന്നു സുൽഫി, നിങ്ങളുടെ ഈ ബഡ്ജറ്റ് പ്രശ്നം കേട്ടോ. എല്ലാവരും 2-2 ചോദിക്കുന്നത്. അതെങ്കിൽ നീ 2 പിടി. ഇങ്ങനെ ആകുമ്പോ ഇനി 25,000 കൂടെ ഒപ്പിച്ചാ പോരെ? ആ 25,000 രൂപ? അല്ല എൻ്റെ 1 10 ഉള്ളൂ.
അതെന്നാ വർത്താനാ ബായി ഇവിടെ വന്നപ്പോൾ 1,75,000 കൊണ്ടല്ലേ വന്നേ. ഇനിയിപ്പോൾ 25,000 കൊണ്ട് ഇട്ട് നമുക്ക് പരിപാടി അങ്ങ് പിടിക്കാം. മറ്റേ വാടക, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പാല്, പത്രം, തുണി, ഗൂഗിൾ പേ, നന്ദി ഉണ്ടേ, മറന്നോ? എല്ലാത്തിനും കറക്റ്റ് കണക്ക് വെച്ചേക്കല്ലേ? എല്ലാത്തിനും കണക്കുകളുണ്ടെങ്കിലല്ലേ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. കറക്റ്റാ. ഇപ്പൊ പോട്ടെ, ഇതിപ്പോൾ സീസണായിപ്പോണ്ട് പറ്റുക. ബായിക്കൊരു കാര്യം അറിയോ? കഴിഞ്ഞ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് അവിടുത്തെ കംപ്ലീറ്റ് ആനകളെയും മുത്തുക്കുടയും ചെണ്ടയും ഒക്കെ ഇറക്കി കൊടുത്ത ആരാ? ഞങ്ങളാ. അത് മാത്രമാണ് ചില്ലാപ്പള്ളി ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ അങ്ങ് രാജസ്ഥാനിൽ നിന്ന് ജിറാഫിനെ ഇറക്കിയത് ആരാ? ഈ ഞങ്ങളാ. ഇനി എത്രയും പെട്ടെന്ന് എന്റെ കാര്യങ്ങൾ നടത്താം. നടത്താം. ബായി ടെൻഷൻ വേണ്ട. ഒന്നും നടന്നില്ലെങ്കിലേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മിസ്റ്റർ നജീം എസ് മേവറം. ആളിനോട് പറഞ്ഞാൽ കാട്ടി നല്ല പുഷ്പം പോലെ ആനനെ കൊണ്ട് ഇറക്കി തരും. പിന്നല്ല. കാട്ടിന്ന് പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനയായിരുന്നു ഒന്ന് മെരുക്കണം. അതിന് കുറച്ച് സമയം എടുക്കും. എന്നാലും എത്ര സമയം എടുക്കും? ജസ്റ്റ് 8-9 months. എന്റെ പൊന്നു സാറേ ചതിക്കല്ലേ, ഈ മാസം 12-ാം തീയതി പരിപാടിയാ. ആ ചത്തവാസി ടീം അടിച്ചു കയറി വരും. ചത്തവാസിന്റെ 14ാമത്തെ മിസ്കോൾ. ഇവിടെ ചത്തവാസിനോട് പോയി ചാകാൻ പറയടാ. ബായി ഒരു കാര്യം ചെയ്യും, കുറേ കൊണ്ട് കളിച്ച് ഇപ്പൊ ഒരു വൈബൊക്കെ ആയില്ലേ? അല്ല, ഞാൻ ആലോചിക്കരുത്, നമുക്കിന്ന് ഞാനേ നമുക്ക് ഈ ആനേക്കാളും വലിയൊരു പരിപാടി പിടിച്ചാലോ? അതിനെക്കാട്ടി വലിയ പരിപാടി എന്ത്? അവതാരപ്പിറവിയുടെ ഉസ്താദ് സൂപ്പർ സ്റ്റാർ, ദ കംപ്ലീറ്റ് ആക്ടർ. ലാലേട്ടനോ? ഓ, ലാൽ സാറ്. അത് മുട്ടുപോലെ പിടിക്കാം. നമ്മുടെ ആളാ. ആണോ? ലാലേട്ടൻ വരുമല്ലേ? ഒറ്റ കോളം. ആദ്യം ആന്റണി ചേട്ടനെ അങ്ങോട്ട് വിളിക്കാം അല്ലേ ഷിബു? പിന്നെ അത് കറക്റ്റ്. Yeah, that's the correct way. ഹലോ, എവിടെയാണ്? എടാ വിഞ്ഞവനെ, വേട്ടാവളിയെ, എന്തിനാടാ ഈ പാതിരാത്രി എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? നിനക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചോളൂടാ. മനുഷ്യനെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കടാ തെണ്ടി. ഓക്കെ ഓക്കെ, നൈറ്റ് ഷൂട്ടിലാണല്ലേ? ഓക്കെ ഓക്കെ, ഐ മിസ് യു ഡിയർ. അതെ, ഷൂട്ടിലാണ്. നമ്മൾ വാട്സപ്പിന് തൊട്ടൊരു മെസ്സേജ് അങ്ങോട്ട് അയക്കുന്നു. ലാലേട്ടൻ സെറ്റാവുന്നു. ബായിയുടെ ഓണം നമ്മളങ്ങോട്ട് അടിച്ച് പൊളിക്കുന്നു. എന്റെ അല്ലാ, ഈ ഓണത്തിന് ലാലേട്ടൻ ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓണപ്പരിപാടി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. നാളെ കുറച്ച് ഡ്രസ്സ് എടുക്കുന്നു, അടിച്ചങ്ങോട്ട് പൊളിക്കുന്നു. ഈ സുൽഫിയുടെ വക ഫുൾ സ്പോൺസർഷിപ്പ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. കാശ് എടുത്ത് അങ്ങോട്ട് കയറി. നന്ദി ഉണ്ടേ. ചേട്ടാ ഇതാ ഈ മെൻസിൻ്റെ സെക്ഷൻ മേളിലാണേ. മേളിലാവാ. അല്ല, ഇത്ര വലിയ കയറി കട കയറിയിട്ട് പൈസ ഒന്നും ഇല്ല. ഇങ്ങടെ മുടിച്ചേട്ടാ, കണക്കുകളെല്ലാം കൂട്ടിയും കഴിച്ച് നോക്കുമ്പോഴേ കാശ് കുറവാ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞങ്ങളില്ലേ? അതാണ്. വാ ഇങ്ങോട്ട്. അല്ല, ഞങ്ങളില്ലേ, ഞങ്ങളില്ലേ നോക്കിയിട്ട്. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്, നോക്കിയെടുത്തു.
സെറ്റ്. ഇത് ഇവൻ അടിപൊളിയായിട്ട് ചേരുമല്ലേ? പിന്നെ നല്ല ഭംഗിയുണ്ട്. അല്ല സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാ. അല്ല നീ ഇപ്പം ഇട്ടിരിക്കുന്ന എത്ര ഉണ്ട്? 800. 800 ഗുണമാണ്. ആ ഇത്രയും നല്ല സാധനത്തിന് എത്രയുടെ മുടിയാ? ഇവിടെ വേറെ 400 രൂപ. 400 ഉള്ളൂ. ആ 400 എടുക്കാം. പിന്നെ ആ നമ്മളെല്ലാവരും കല്യാണം വെച്ചെടുക്കാൻ പോകും. അല്ലാതെ ലാലേട്ടൻ വരുമല്ലോ അല്ലേ? പിന്നെ എന്താ മോനെ നീ എടുക്ക. മുടിയാ പെട്ടെന്ന് എടുത്തേ. നമുക്ക് മുണ്ടിൻ്റെ സെക്ഷനിലേക്ക് പോകണം. ഓ ശരി, വിളിച്ചേണ്ടി ഇത് നന്നായിട്ട് ചെയ്തില്ല. അപ്പടിന്നെ ഓക്കെ. മുണ്ടിൻ്റെ സെക്ഷൻ അവിടെയാണ്. ഓക്കെ താങ്ക് യു. 1.4. മുടിയാ നല്ല കര. അതെ. അല്ല ഞാൻ കരയേണ്ടി വരും സാറേ. നീ ഒരു വീതിയുള്ള കര നമുക്ക് ഒരു 3 എടുത്തേ. ആ ആണോ? ഈ ചുമലയും പച്ചയും മെറൂണും എല്ലാം ഒരു 3 നമിച്ചൊക്കെ എടുത്തു. 3 ഓണമല്ലേ? എടീ നീ ഇന്നാളെ പറഞ്ഞ സാരിയുടെ കളർ ഏതായിരുന്നു? സാരി ആർക്കാ സാറേ? ഏത് സാരി സാറേ? മോനയുടെ ഓണമൊക്കെ അല്ലേ, നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഉള്ളപ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല റിബേറ്റ് ഒക്കെ ഉള്ളതല്ലേ. അങ്ങനെ എൻ്റെ പെങ്ങൾക്ക് രണ്ട് ചുരിദാർ എടുക്കാമല്ലോ. നിന്റെ ബാങ്ക് മാത്രമല്ല എൻ്റെ കുഞ്ഞമ്മയ്ക്കും മാമനും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. കുഞ്ഞമ്മയ്ക്ക് ഉണ്ടല്ലേ? ഓണമല്ലേ? ആ അത് വയ്ക്കും. ചേച്ചി അതൊക്കെ കോസ്റ്റ്ലി ആണോ? ആ നിർത്തി. കോസ്റ്റിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത് എടുത്തില്ലേ? അല്ല കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇല്ല. കോസ്റ്റ് ഇല്ല. ഇല്ല. ചേച്ചി 2 കോസ്റ്റ്ലി. അതും കൂടെ. ഇത് കോസ്റ്റ്ലി അല്ലേ? കൊള്ളാം. ഇത് മഞ്ജുവിന്, ഇത് ചിഞ്ചുവിന്. അവളുമാര് ഹാപ്പി, ഞാൻ ഹാപ്പി. മണമൊക്കെ ഉണ്ട്, കൊള്ളാം. ഇതൊക്കെ ഞാൻ സെറ്റിൽ ചെയ്യാം. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പൈസ കൊടുത്തിട്ട് പോ. താങ്ക്സ് ചേച്ചി. കീഴിലെ സെലക്ഷന് 30% ഡിസ്കൗണ്ട്. സ്ഥലമാണ് സാറേ പോണേക്കര. ഈ ഓണം കലാകലനോടൊപ്പം. അപ്പോൾ ഹാപ്പി ഓണം. ലാലേട്ടൻ വരുമല്ലോ അല്ലേ? അതെന്ത് വർത്താനാണ് പോയി. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇമെയിലല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ. എപ്പം അയക്കും? ഞാൻ അയച്ചു. അയച്ചല്ലേ? ആ പിന്നെ നമുക്ക് ഇടാനുള്ള ഡ്രസ്സെല്ലാം റെഡിയായ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് പച്ചക്കറി എല്ലാം വാരിയിട്ടിട്ട് ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കണം. സദ്യ എന്തായാലും സദ്യ ഫസ്റ്റായിട്ട് വേണം. വേണ്ടേ? അപ്പോൾ ഒരു സദ്യക്കുള്ള ഒരു കുഞ്ഞ് ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഞങ്ങൾ ലിസ്റ്റ് ഉള്ള ആളല്ലേ, അപ്പോൾ ഇതൊന്ന് നോക്ക്. ഉപ്പ് 10 കവർ, അരി 25 കിലോ, സവാള 30 കിലോ, പയർ 5 കിലോ, മുളക് പൊടി 5 കിലോ, മല്ലിപ്പൊടി 3 കിലോ, തക്കാളി 3. ഇതെന്താ സാറേ 150 പേരുകൾ സദ്യയോ? അതെന്ത് വർത്താനാണ് പോയി. ലാലേട്ടനൊക്കെ വരുന്നല്ലേ, നമുക്ക് പരിപാടി ഒന്ന് കൊഴിപ്പിക്കണ്ടേ. ഭയ ഒരു കാര്യം ചെയ്യേ, ഒരു 800 കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അല്ല സാറേ പൈസയൊക്കെ ഷോർട്ടായി വരുമോ? എന്ത് ഷോർട്ട് ബൈ? ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ആ RTGSന്റെ NFT കൊളാബിന്റെ ഒരു പ്രശ്നം കാരണമാണ്. 24 hours കഴിയുമ്പോഴേക്കും നമുക്ക് ഫണ്ടെല്ലാം റെഡിയാവും. ഇനിയിപ്പോൾ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദേ ഈ ലാപ്ടോപ്പ് എവിടെ കൊണ്ടു കൊടുത്താലും 1 ലക്ഷം രൂപ കണ്ണടച്ച് കിട്ടും. പൈസ ഇട്ട് കിട്ടോ? വന്നു. നന്ദിയുണ്ടേ.
അവിയൽ, തോരൻ, സാമ്പാർ, പച്ചടി, കിച്ചടി, പപ്പടം. ഈ വർഷത്തെ ഓണം കളറായില്ലേ? ഇതല്ല ലാലായിട്ടോട് വന്നു കഴിഞ്ഞാലേ ഈ ഓണം അങ്ങ് ഓണാവും. അത് വരുമല്ലോ, ഇല്ലെങ്കിൽ ഞങ്ങൾ വരുത്തുമല്ലോ. എന്നാ പിന്നെ നമുക്ക് സദ്യച്ചാലോ? ആ ശിവു, ആനിച്ചൻ്റെ ആൾക്കാർ ഇപ്പൊ നോക്കി ഞാൻ എക്സൈറ്റ് എക്സൈറ്റ്. വാസുവിന് എന്താ ഇവിടെ? അപ്പൊ നിനക്ക് പേരോർമ്മയുണ്ടല്ലേ? നാട്ടുകാരെ കാശ് മേടിച്ച് ഇവിടെ ഒന്ന് ആഘോഷിക്കാം. നിനക്കെന്താ ഫോൺ എടുത്താല്? വാസുവിനെ ഇങ്ങോട്ട് വന്ന്. എടാ പീസുവിന് നീയും വാ. നീ ഇരിടാ. കാര്യം പറ. അണ്ണാ ഞാൻ അധികം മറച്ചു വെക്കുന്നില്ല, സസ്പെൻസ് അങ്ങ് പൊളിക്കാം. എന്ത്? അണ്ണാ നമുക്ക് എന്തിനാണ് ഈ ആനയൊക്കെ? നമുക്കേ കുറച്ചൊരു ലാർജ് സ്കെയിൽ പരിപാടി പിടിച്ചാലോ? നീ എന്തോ ഉദ്ദേശിക്കുന്നത്? അതായത് അവതാരപ്പിറവിയുടെ ഉസ്താദ്, ദ സൂപ്പർ സ്റ്റാർ, കംപ്ലീറ്റ് ആക്ടർ മോഹൻലാല് നമ്മുടെ ഓണാഘോഷ പരിപാടിക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? മോഹൻലാലാ ഈ ഊച്ചാൽ പരിപാടിക്കാ? നീ എനിക്കിട്ട് കൂടെ ഉണ്ടാക്കരുതേ. മര്യാദയ്ക്ക് പിരിച്ച കാശ് ഇങ്ങട്. നീ പിരിച്ച പൈസ ഇങ്ങട്. അണ്ണാ അണ്ണൻ ഇവരാരൊക്കെയാണെന്നറിയാമോ? ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ MD-യും പാർട്ട്ണറും. ജോൺസൺ സാറും ശിവു സാറും. അതിനൊന്നും അണ്ണാ ഇവര് വൻ കിടലും ടീംസാണ്. രാജസ്ഥാനിൽ നിന്ന് ഒട്ടകത്തെ തൊട്ട് പുലിയെ വരെ ഇവർ ഉദ്ഘാടനം ഇറക്കി കൊടുക്കും. നീ വെറുതെ ഉടായി പറക്കരുതേ. ഇതാണ് കേട്ടു. എന്താ മോനെ, ട്രാൻസ്ഫോമർ ബ്രദേഴ്സിന്റെ ഹൈ വോൾട്ടേജ് ഓണാഘോഷത്തിന് ഞാനും ഉണ്ടാകും. ഷുൽഫി മോനും വാസുണ്ണനും സുഖല്ലേ? അപ്പോ 12-ാം തീയതി കാണാം. ഹാപ്പി ഓണം. എന്റെ പേര് പറഞ്ഞിരിക്കുന്നു. സംഭവം അത് ലാലേട്ടനൊക്കെയാണ് എന്റെ പേര് പറയുന്ന പറഞ്ഞ സംഭവം. കണ്ടോ അണ്ണാ, ലാലേട്ടൻ വരെ അണ്ണന്റെ പേര് പറഞ്ഞു. ഈ ഓണം നമ്മളൊരു മെമ്മറബിൾ ഓണം കൊടുത്തേ. നീ വോയിസ് ക്ലിപ്പ് ഒപ്പിച്ചേ? ചാനലിലൊക്കെ മെമിക്രി കാണിച്ചു നടക്കുന്ന ഒരുത്തനല്ലേ നമ്മുടെ ദിലീപ് കുമാർ. അവൻ തന്നെ. അവനെ കൊണ്ട് സാധനം കൊണ്ട് അയപ്പിച്ചു. അമ്പടാ, നീ കൊള്ളാൻ ജോൺസാ. പിന്നെ ഒരു കാര്യം പറട്ടെ, ഉടനെ ഒരു വീട് നോക്കണം. ഒരു നിമിഷം പോലെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതോർക്കും നീ ടെൻഷൻ ആവണ്ട. ഇന്നലെ തന്നെ OLX നോക്കി അവർ ഒപ്പിച്ചു. നോക്കണ അഡ്വാൻസും കൊടുത്ത്. നീയും കൊള്ളാൻ ശിവു. എന്നാ പിന്നെ ബൂസ്റ്റിട്ടൊരു ചായ എടുത്താലും. ഇപ്പം വേണ്ട, നമുക്ക് രണ്ടെല്ലാം കൂടെ ഇട്ടിട്ട് അമ്മമാർക്ക് സദ്യ കൊടുത്തു പറഞ്ഞ ഒഴിവാക്കാം. അതെ. ചേട്ടാ കംപ്ലീറ്റ് നാറി. നാട്ടിലും ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ക്ലബിലും കയറാൻ പറ്റുന്നില്ല. ഈ പൈസയൊക്കെ നമ്മൾ എവിടെയാണ് ഒപ്പിക്കും? നീ ഇതേ എവിടെയെങ്കിലും കൊണ്ട് വിൽക്ക്. മിനിമം 1 ലക്ഷം രൂപയിലും കിട്ടും. ഇവിടെ കാണാൻ വിറ്റും ഓണം ഉണ്ണണമെന്നല്ലേ? നമുക്ക് ഈ ലാപ്ടോപ്പ് വിറ്റ് ഈ ഓണം ഉണ്ണടാ. അതാണ് ജോൺസൺ ആൻഡ് ജോൺസൺ പട്ടികളും. നമ്മളൊക്കെ ഒറ്റയ്ക്ക് വഴി വിട്ട് വന്നവരാ. പിന്നല്ല. അതൊക്കെ പോട്ടെ മക്കളെ, കാപ്പി വേണോ?